സംസ്ഥാന ബി.ജെ.പി ഇനി രാജീവ് ചന്ദ്രശേഖരായിരിക്കും നയിക്കുക. ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനി നാളെയാണ്. ഇന്ന് നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്. ഈ വാർത്ത ആദ്യം മലയാളികളെ കേരളത്തെ അറിയിച്ചത് പ്രശാന്ത് കൃഷ്ണയാണ്. പ്രശാന്ത് കൃഷ്ണയിലേക്ക് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളും തേടാൻ വേണ്ടി പോകാം. പ്രശാന്ത്, 11:22 രാജീവ് ചന്ദ്രശേഖറാണ് സംസ്ഥാന ബി.ജെ.പി ഇനി നയിക്കുക എന്ന് പ്രശാന്ത് പുറത്തുവിട്ടു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത്? മറ്റ് പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടിരുന്നു. അവരെ ഇനി എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ആദ്യം 11:10 ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നു. യോഗം ചേർന്ന ഉടൻ തന്നെ ബി.ജെ.പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച പേരുമായി എത്തുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ സഹപ്രഭാരിയും ചേർന്ന് ആരാണ് ബി.ജെ.പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എന്ന കാര്യം പറയുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖറാണ് ബി.ജെ.പിയെ ഇനി നയിക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം നടത്തുന്നു. ഏതായാലും അതായത് ഒറ്റ പേര് മാത്രം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അതിൽ മറ്റ് ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ പ്രസക്തിയില്ല. കാരണം കേന്ദ്ര നേതൃത്വം അവരുടെ തീരുമാനം ഏറെ നാളത്തെ വിലയിരുത്തലിന് ശേഷമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വീതം വയ്ക്കലിന് വേണ്ട, പകരം പുതിയൊരു മുഖം വരണം എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലകളിലെ അധ്യക്ഷന്മാരെ തീരുമാനിച്ചപ്പോഴെല്ലാം കൃത്യമായ ഗ്രൂപ്പ് വീതം വയ്ക്കലും ഗ്രൂപ്പ് അതിപ്രസരവും പ്രകടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്രൂപ്പുകളിലായി നിലകൊള്ളുന്ന പല നേതാക്കളും നമ്മോട് കഴിഞ്ഞ ദിവസമെല്ലാം സംസാരിക്കുമ്പോൾ അവർക്ക് ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ, സംഘടനയെ സ്നേഹിക്കുന്നവർ രാജീവ് ചന്ദ്രശേഖരനാണ് ഒരു പിന്തുണ ഉള്ളത്. അതൊരു അണ്ടർ കറണ്ടാണ്, പുറത്ത് കാണാൻ സാധിക്കില്ല. ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗമായി വക്താക്കളായി അവർ സംസാരിക്കില്ല. അവർ ഈ നിരയുടെ താഴെയായിരിക്കും നിൽക്കുക. അപ്പോൾ അത്തരത്തിലൊരു വലിയ മൂവ്മെന്റ് ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ പിന്തുണ കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി ഉള്ളത്. കാരണം രാഷ്ട്രീയ വൈതരണികൾ ഒരുപാടുള്ള ബി.ജെ.പിയുടെ ഈ മുന്നോട്ടുള്ള പോക്കിൽ എല്ലാ ഗ്രൂപ്പുകളുടെയും ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് അവരെ ഒപ്പം നിർത്തി എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? കാരണം ബി.ജെ.പിയിൽ നിന്ന് അകന്നുപോയ വോട്ടുകളൊക്കെ തന്നെ തിരികെ എത്തിക്കുക, നേതാക്കളെ തിരികെ എത്തിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. യുവതയുടെ ഒരു സ്വരൂപിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ മെയ്വഴക്കം, രാഷ്ട്രീയമായിട്ടുള്ള മെയ്വഴക്കം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിലെ ഒരു പരിപ്രേക്ഷ്യം വെച്ചുകൊണ്ട് അത് എത്രത്തോളം ഒരു പക്ഷേ പോസിറ്റീവ് ഫാക്ടറായി മാറും, അതല്ല അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുമോ എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അനന്തകൃഷ്ണൻ തരുന്നുണ്ട്. അനന്തൻ അങ്ങനെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട്, ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം IT മന്ത്രിയായിട്ടിരുന്നു. 2018 മുതൽ അദ്ദേഹം ബി.ജെ.പിയുടെ ഭാഗമാണ്. 16-ൽ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. അത് സ്വതന്ത്ര MP ആയിട്ടാണ് എത്തുന്നത്. പിന്നീട് അദ്ദേഹം കുറി കേരളവുമായി ബന്ധപ്പെട്ട് പിന്നീട് അടുത്ത കാലത്താണ് കേരളത്തിലെ ഒരു മുഖമായി കേരളത്തിലെ ആളുകൾക്കിടയിലേക്ക്, കേരളത്തിലെ ബി.ജെ.പിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി ഒരു അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ചെറുതല്ലാത്ത ഒരു താക്കോൽ സ്ഥാനമാണ്. എവിടെയെല്ലാം ഓടണം, ഏതെല്ലാം രീതിയിലുള്ള ജില്ലാ സംഘടനകളെ ചലിപ്പിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ അതൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം സാധ്യമാകും? എന്തൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ബി.ജെ.പി ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നിരിക്കുക? പ്രജീഷ്, ഇതിനകത്ത് ആദ്യം സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾക്ക് കേന്ദ്രം നൽകുന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംസ്ഥാനത്ത് നേരത്തെ പ്രശാന്ത് കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ബി.ജെ.പിയിൽ ഗ്രൂപ്പിന്റെ അതിപ്രസരമുണ്ട്. RSSന്റെ കെട്ടുറപ്പാർന്ന സംഘടനാ സംവിധാനം നിലനിൽക്കുമ്പോഴും അതിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ ബി.ജെ.പിയിൽ സങ്കീർണമാണ് ഗ്രൂപ്പ് പോരുകൾ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് പോരുമായി മുന്നോട്ട് പോയാൽ സംസ്ഥാനത്തെ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കൾക്ക് മുന്നോട്ടൊരു പോക്കുണ്ടാകില്ല എന്നുള്ള ശക്തമായ സൂചന തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചുകൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായായിട്ടും ഒക്കെയുള്ള കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കളുമായി നല്ല ബന്ധമുള്ള ഒരു നേതാവ്, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വിഷൻ കൃത്യമായി രേഖാമൂലം നരേന്ദ്രമോദിക്ക് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ രാജീവ് ചന്ദ്രശേഖർ എൻട്രി ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇനി ഏറ്റവും കൗതുകമായ കാര്യം, ഈ ഗ്രൂപ്പ് അതിപ്രസരം നൽകുന്ന സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തെ എങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ചലിപ്പിക്കും എന്നുള്ളതാണ്. ഏത് ഭാഷയിൽ അദ്ദേഹം ഈ വിവിധ ഘടകങ്ങളുമായി സംസാരിക്കും? സജീവമായി കേരളത്തിൽ നിൽക്കേണ്ട ഒരു ചുമതല രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലുണ്ട്. മാത്രമല്ല, നേരത്തെ
നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനമല്ല ഇപ്പോൾ BJP സംസ്ഥാനത്തുള്ളത്. ജില്ലകൾ വിഭജിച്ചിരിക്കുന്നു. ഒരു ജില്ലയിൽ തന്നെ 2 അധ്യക്ഷന്മാർ എന്ന നിലയ്ക്കുള്ള ഒരു പുതിയ സംഘടനാ സംവിധാനം. അപ്പോൾ കൂടുതൽ നേതാക്കളുമായി അദ്ദേഹത്തിന് സംവദിക്കേണ്ടതുണ്ട്, കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതുണ്ട്. ഏത് ശൈലി, നിലവിൽ അദ്ദേഹത്തിന് ഒരു സീസൺഡ് രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമില്ല. അനന്തൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. നേരത്തെ ഷാബു പ്രസാദിനോട് നമ്മൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, ഒരു സംഘടനാ സംവിധാനം ചലിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണെന്ന് BJP പ്രവർത്തകർക്ക് പോലും BJP നേതാക്കൾക്ക് പോലും ഒരുപക്ഷെ അറിയില്ല. അപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് ആ ശൈലി എന്തായിരിക്കുമെന്നൊക്കെ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ പോലും ഒരുപക്ഷെ വഴങ്ങുന്നില്ല, മലയാളമൊക്കെ തന്നെ വഴങ്ങുന്നില്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഏറ്റവും സാധാരണക്കാരായ BJP പ്രവർത്തകരോട് സംസാരിക്കും, ആശയവിനിമയം നടത്തും? അപ്പൊ ചെറുതല്ല, ഓടി നടക്കണം. തിരുവനന്തപുരത്ത് മാത്രം സഞ്ചരിച്ചാൽ പോരാ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഒന്ന് നോക്കുകയാണെങ്കിൽ 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനനം. എയർഫോഴ്സിലെ എയർ കമാൻഡർ ആയിരുന്ന തൃശൂർ ദേശമംഗലം സ്വദേശി MK ചന്ദ്രശേഖറിന്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനാണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷിക്കാഗോയിലെ ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കി. 88 മുതൽ 91 വരെ അമേരിക്കയിലെ ഇന്റൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പ് പ്രൊസസർ നിർമ്മിക്കുന്ന IT ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് കഴിഞ്ഞാണ് BPL ഗ്രൂപ്പ് ചെയർമാന്റെ മകളെ വിവാഹം ചെയ്തത്. 91 BPL കമ്പനിയിൽ ചേർന്ന് 94 BPLന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു. രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച BPL മൊബൈൽ കമ്പനി പിന്നീട് മറ്റൊരു കമ്പനിയിൽ ലയിക്കുകയായിരുന്നു. 2005 ഒരു ജൂപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. 2013 ബെൽഗാമിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യ ടുഡേ മാഗസിൻ 2017 തെരഞ്ഞെടുത്ത രാജ്യത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ 41ാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നത്. സായുധ സേനയ്ക്കും വെറ്ററൻസിനും വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് GEC കമാൻഡേഷൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2006 കർണാടകയിൽ നിന്ന് BJP സ്വതന്ത്രനായി രാജ്യസഭാ അംഗമായത്. അത് കഴിഞ്ഞ് 2 തവണ കൂടി രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശരി, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ, ഹൈ പ്രൊഫൈലാണ്. പ്രശാന്ത് കൃഷ്ണയിലേക്ക്. പ്രശാന്ത്, അങ്ങനെ ഇനിയുള്ള BJP സംബന്ധിച്ചുള്ള എണ്ണയിട്ട യന്ത്രം പോലെ ഈ BJP ചലിപ്പിക്കുക, അത് തിരുവനന്തപുരത്ത് മാത്രം ഒരു മുഖമായി മാത്രമാണ് അദ്ദേഹം നേരത്തെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇനി ഇതല്ല, അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള BJP എല്ലാ ഘടകങ്ങളും നേരത്തെ അനന്തം പറഞ്ഞതുപോലെ പഴയ ഒരു സ്ട്രക്ചർ മാറിയിരിക്കുന്നു. BJPയുടെ ആ സംഘടന ഒരു രീതി, ആ ജില്ലകളൊക്കെ തന്നെ വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ ഓടി നടക്കണം, അങ്ങനെ ചലിപ്പിക്കണം. പുതിയ മെസ്സേജ് കൂടിയാണോ അങ്ങനെയെങ്കിൽ? ഗ്രൂപ്പല്ല, ഫസ്റ്റ് പാർട്ടിയാണ്, ഐക്യമാണ്, അവിടെ പരുവപ്പെട്ട ഒരു നേതാവാണ്, മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സന്ദേശം കൂടി നൽകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അതൃപ്തരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അതൃപ്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട നേതാക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ എങ്ങനെയായിരിക്കും അക്കോമഡേഷൻ, എന്താണ് മനസ്സിലാക്കുന്നത്? കാരണം ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പേരിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന വലിയ സൂചനയാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. അതുകൂടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നേതാക്കളെ എങ്ങനെ, പ്രതീക്ഷ സൂചിപ്പിച്ചതിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. പ്രജീഷ്, അതായത് രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഗ്രൂപ്പുകൾക്ക് വലിയ അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. കാരണം വി മുരളീധര പക്ഷത്തിനോ കൃഷ്ണദാസ് പക്ഷത്തിനോ ആ നേതൃസ്ഥാനം കൊടുത്തു എന്ന പേരിലുള്ള പരാതിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നേതൃനിരയ്ക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ അവർക്കൊരു മുൻഗണന കൊടുക്കില്ല എന്ന വിമർശനമൊക്കെ ഒരു ചില കോണിൽ നിന്ന് ഉയരാം. പക്ഷെ അതിലൊന്നും വലിയ കാര്യമായ പ്രസക്തിയില്ല. കാരണം BJP കേന്ദ്ര നേതൃത്വം നൽകുന്ന സന്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരുടെ മുന്നിലേക്ക് എത്തിയത് കേരളത്തിലെ BJPക്ക് കേരളത്തിൽ വളർച്ചയുള്ള സംഘടനയാണ് BJP എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മാറുന്ന ഒരു മുഖം, മാറുന്ന പ്രവർത്തന ശൈലി വേണം എന്നത് തന്നെയാണ്. അതിൽ രാജീവ് ചന്ദ്രശേഖരന് ഒരു വ്യവസായി എന്ന നിലയിൽ, അതൊരു വിജയിച്ച വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള രാഷ്ട്രീയ ശൈലി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ രാഷ്ട്രീയ ശൈലി എല്ലാം മാറ്റേണ്ടി വരും. കേവലം അർബൻ വോട്ടേഴ്സിനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ചില ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടേഴ്സിനെ കാണുമ്പോൾ അല്ല, രാജ്യത്ത് ഈ സ്റ്റേറ്റിന്റെ നാനാ വിഭാഗത്തിൽ ജനങ്ങളെയും ഒരുപോലെ ഇറങ്ങി കാണുകയും സമരരംഗത്തിറങ്ങുകയും ദിവസേന നടക്കുന്ന ഓരോ വിഷയങ്ങളിലും സമയാസമയം പ്രതികരിക്കുകയും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുകയും ഒക്കെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരികെ